ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓണസദ്യയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓണസദ്യയൊക്കെ ഞങ്ങൾ കഴിച്ചു. ഇപ്രാവശ്യത്തെ ഓണസദ്യ അങ്ങനെ ഗംഭീരമായിട്ട് തന്നെ കഴിച്ചിട്ടോ. അപ്പോൾ അതിൽ കുറച്ച് 2-3 കറികളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ വീട്ടിലധികം കഴിക്കാത്ത കറികൾ പിന്നെ ഞാൻ ചെയ്തില്ല. അങ്ങനെ 1-2 കറികൾ സ്കിപ്പാക്കിയിട്ടാണ് സദ്യ റെഡിയാക്കിയിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ വെജിറ്റബിൾസ് എല്ലാം കൊണ്ടുവന്ന് വെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിനുള്ളതൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുക. പിന്നീട് അത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഓരോന്നിങ്ങനെ എല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഓരോ കറികൾക്കും ഓരോ രീതിയിലുള്ള കട്ടിങ്സൊക്കെ ആണല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് കടല വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടുകറിക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കടല റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചേന അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. കുക്കർ കഴുകി വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പ് ഇതുപോലെ ഒന്നുകിൽ തലേദിവസം രാത്രി അതല്ലെങ്കിൽ രാവിലെ തന്നെ ഒന്ന് കുതിർക്കാൻ വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപ്പ് വെന്ത് നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടും കേട്ടോ. അതിലേക്ക് ഞാൻ ചേന ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേന പൊട്ടറ്റോ ഒക്കെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ അതങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വാളംപുളിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതും ഒന്ന് അടച്ചു വയ്ക്കാം. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അതിൻ്റെ അങ്ങനെ പുളിയൊക്കെ ഇളകി കിട്ടും. ചെറുനാരങ്ങ 2 ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഇത്തിരി പഞ്ചസാര ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കയ്പില്ലാതെ കിട്ടും കേട്ടോ. ഇനി വേറൊരു കുക്കർ വെച്ച് കൊടുക്കുക. അതിലേക്കൊരല്പം വെള്ളവും വലിയ പയറുണ്ടല്ലോ, വൻപയർ, അത് വെള്ളത്തിൽ കുതിർത്തിയതാണ്. മത്തങ്ങയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടി അതുകൂടി ചേർത്തിട്ട് ഒരു വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കാം. വൻപയർ കുതിർത്ത് വച്ചിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഒട്ടും ടൈം കളയാതെ ഓരോന്ന് വേഗം റെഡിയാക്കി എടുക്കാം. ഞാൻ തേങ്ങ ഇതുപോലെ ചിരകി എല്ലാം അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഓരോരോ കറികൾക്ക് പെട്ടെന്ന് എടുക്കാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ചേന പരിപ്പ് ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാമ്പാറിന് ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികളും, പച്ചമുളക്, ചെറിയ ഉള്ളി, ടൊമാറ്റോ അങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ മുരിങ്ങക്കായ ഞാൻ ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ ഈ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പീസ് ഇങ്ങനെ ഉടയാതെ എന്നാൽ നന്നായിട്ട് തന്നെ വെന്തും കിട്ടും. ഇനി വൻപയറും മത്തങ്ങയോട് വേവിച്ചതിലേക്ക് ഞാൻ കുറച്ച് കുമ്പളങ്ങയുടെ പീസ് വേവിക്കാൻ വെച്ചിരുന്നത്. കുമ്പളങ്ങയുടെ പീസും ഇത് അവിയലിനുള്ള എല്ലാ പച്ചക്കറികളോട് ചേർത്തിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് വെന്ത് വിസിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഓരോന്ന് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അടുത്തത് നമുക്ക് വേവിക്കാൻ വെക്കാമല്ലോ. അവിയലിനും മുരിങ്ങക്കായ അതുപോലെ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകാണ്ട് കിട്ടും. അതും ഒന്ന് അടച്ച് ഒരു വിസിൽ ആകുമ്പോഴേക്കും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി സാമ്പാറിന് വേണ്ടിയിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാറിൻ്റെ എല്ലാ പൊടികളും, ഇത്തിരി ഉലുവയുടെ പൊടി എല്ലാം ചേർത്ത്. ഇപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ടില്ല കേട്ടോ. കായത്തിൻ്റെ പൊടി എല്ലാം ചേർക്കാം. ചേർത്തതിന് ശേഷം ഈ പൊടികളെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കണം. ആ പൊടിയുടെ പച്ച ഒരു ടേസ്റ്റൊക്കെ മാറി വരുന്ന സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ സാമ്പാർ പീസസൊക്കെ ചേർത്ത് കൊടുക്കുക. മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുക. കറിയുടെ കൺസിസ്റ്റൻസി ആവശ്യത്തിനാക്കി വെള്ളമൊക്കെ ചേർത്തിട്ട് റെഡിയാക്കി എടുക്കുക. ഇനി പിഴിഞ്ഞ് വച്ചിരിക്കുന്ന വാളംപുളി അതും പുളിക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഉപ്പ്, പുളി, എരിവൊക്കെ നമ്മൾ ക്രമീകരിച്ചെടുക്കുക. സാമ്പാർ നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം കേട്ടോ, എങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഫ്രഷായിട്ടുള്ള കറിവേപ്പില, മല്ലിയില അതൊക്കെ ചേർത്ത് കൊടുക്കുക. അടച്ച് വയ്ക്കാം. അപ്പോൾ ഓരോന്നായി കഴിയുമ്പോൾ മാറ്റി വെക്കാം. നമുക്ക് താളിക്കലൊക്കെ ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. അവിയൽ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുക്കറിലാണെങ്കിലും പീസെല്ലാം നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉടഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അവിയൽ തന്നെയല്ലേ, അപ്പോൾ ഇത്തിരി തേങ്ങ കൂടിയിരുന്നോട്ടെ. നല്ല പച്ച തേങ്ങ തന്നെ എടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും.
ചെറിയ ഉള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കറിവേപ്പില, അതുപോലെ ഒരു പീസ് വെളുത്തുള്ളി, ജീരകം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം 2 പച്ചമുളകും കൂടി ചേർത്ത് ലാസ്റ്റ് ചതച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് 2 ബീറ്റ്റൂട്ട് ഇതുപോലെ, ഒരു ബീറ്റ്റൂട്ട് 2-3 പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം ചേർത്ത് ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിരുന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ അവിയലിനുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചതച്ചെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മുകളിലൊന്ന് തേങ്ങയുടെ മുകളിലേക്കൊന്ന് ആവി കയറാനായിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഈ സമയത്താണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതിൻ്റെ മുകളിലേക്ക് ഒരിത്തിരി തൈര്, ഇനി വാളംപുളിയാണ് ഒഴിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സായി ആവിയൊക്കെ നന്നായിട്ടൊന്ന് കയറണം. അപ്പോൾ ഈ അരപ്പ് ഈ അവിയലിൻ്റെ പീസായിട്ടൊന്ന് യോജിച്ച് വരണമെങ്കിൽ 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം കേട്ടോ. ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അവിയലും റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അടച്ച് വയ്ക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മുടെ എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള പയറും മത്തങ്ങ ഇതുപോലെ ഒരു പാനിലേക്ക് അരപ്പ് കൂട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാർ നമ്മൾ കഴുകിയിട്ടൊന്നുമില്ല. അവിയലിനെ അരച്ച അതേ ജാറിലേക്ക് തന്നെ തേങ്ങയും കറിവേപ്പിലയും അതുപോലെ ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു പീസ് സവാള ചേർത്ത് കൊടുക്കുക. പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് ചെറിയ ജീരകം എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അതും അരച്ചെടുക്കുക. അതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സാക്കി ഒന്ന് തിളച്ച് വന്നോട്ടെ. ഒരുപാട് വെള്ളം ചേർത്ത് ലൂസാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എങ്കിലും ഒരിത്തിരി വെള്ളമൊക്കെ ചേർത്ത് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ബീറ്റ്റൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിൽ നിന്നും മാറ്റി വെക്കാം. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൂട്ടുകറിയുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളാണ് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി പേരിന് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. എല്ലാം ഓരോ വിസിലിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടിലേക്ക് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ജീരകവും ഉള്ളി പിന്നെ തൈരൊക്കെ ചേർത്തിട്ടുള്ള അരപ്പ് ചേർത്ത് റെഡിയാക്കിയിട്ട് അതും ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും റെഡിയായിട്ട് ഓരോന്നോരോന്ന് റെഡിയായി കഴിയുമ്പോൾ ഇങ്ങനെ മാറ്റി വെക്കണ്ട കേട്ടോ. നമുക്ക് ഈ പാവയ്ക്ക വെണ്ടക്ക കിച്ചടി ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 വറുത്തെടുക്കണം. അതേസമയം തന്നെ നമുക്ക് പഴം വെച്ചിട്ടുള്ള അത് മധുരക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത്തപ്പഴം, ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതും ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പം നമ്മുടെ പാവയ്ക്കയും പിന്നെ വെണ്ടയ്ക്കൊക്കെ ഒരു സൈഡിൽ കിടന്ന് ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് വെറുതെ നോക്കി നിന്ന് ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് ഒന്ന് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് വരും. ഇപ്പോൾ പഴം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും മധുരം പച്ചടിക്ക്. പൈനാപ്പിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പൈനാപ്പിൾ വെച്ചിട്ടാണെങ്കിൽ പീസ് ഇത്ര നന്നായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ പീസൊക്കെ കിടന്നാലും കുഴപ്പമില്ല. പഴം വെച്ചിട്ട് മധുരം കറി ചെയ്യുമ്പോൾ പഴം നന്നായിട്ട് ഉടച്ച് ചേർക്കുമ്പോഴായിരിക്കും ടേസ്റ്റ്. പഴത്തിന് മധുരം ഉണ്ടെങ്കിലും ഒരിത്തിരി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് തൈരും തേങ്ങയും ചെറിയ ഉള്ളി ജീരകം കൂടി അരച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം.
ഉപ്പ് പുളി എല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. പിന്നെ തേങ്ങയിലേക്ക് ഇത് കറിവേപ്പില ചെറിയ ഉള്ളി എല്ലാം ചേർത്ത് പച്ചമുളകും ചേർത്തിട്ട് അരച്ചെടുക്കാം. ഒരല്പം ജീരകം ചേർത്തിട്ടുണ്ട്, തൈര് ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തൊന്ന് അരച്ചതിന് ശേഷം വേണം നമ്മുടെ ഈ കുമ്പളങ്ങ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളക്കറി ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ള കടുക് ചേർത്തതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോ അരപ്പുകൾ ഞാനിങ്ങനെ മിക്സി ഒഴിയണതിനനുസരിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഓരോ പ്രാവശ്യം നമ്മൾ അരച്ചതിന് ശേഷം മിക്സി അങ്ങനെ കഴുകിയൊന്നും എടുക്കണ്ട. എല്ലാത്തിൻ്റെ അരപ്പ് ഏതാണ്ട് സെയിം ഒക്കെ തന്നെയാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ പാവയ്ക്ക വെണ്ടയ്ക്ക എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് രണ്ടും വേണ്ടിയിട്ടുള്ള അരപ്പാണ് ഞാനിപ്പോൾ റെഡിയാക്കിയത്. അരപ്പ് ഒന്നിച്ച് റെഡിയാക്കി എടുത്താൽ മതി. ഇത് നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഈ കിച്ചടിക്ക് വേണ്ടിയിട്ട് അരപ്പ് നേരിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ, ചെറിയ ജീരകം, കറിവേപ്പില, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള അരപ്പാണ്. തൈരും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി അരപ്പ് നമ്മൾ ഫ്രഷായിട്ട് രണ്ടിലേക്കും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കടുക് വറുത്തിട്ടാൽ മാത്രം മതി, ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് രണ്ടും അരപ്പ് ഒന്നിച്ച് അരക്കണത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് രണ്ട് കറി വേഗം റെഡിയായി കിട്ടും. ഇനി നമ്മുടെ കുമ്പളങ്ങ വെച്ചിട്ടുള്ള പച്ചടിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരപ്പിലേക്ക് നമ്മൾ ലാസ്റ്റ് ഇത്തിരി കടുകും കൂടി ചേർത്ത് ചതച്ചെടുത്തിരുന്നല്ലോ, ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് തേങ്ങയും ജീരകം, ഉള്ളി, പച്ചമുളക് എല്ലാം ഒന്ന് അരച്ചതിന് ശേഷം ഒരര ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് അരച്ചെടുക്കുക, ചതച്ചെടുക്കുക. ഇനി അതും ചേർത്ത് തൈരും കൂടി ചേർത്തിട്ടാണ് അരച്ചത്. പറയാൻ മറന്നു എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നും കൂടി പറഞ്ഞത്. അപ്പോൾ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടുകറിക്ക് വേണ്ടി കടലയും പച്ചക്കറികളൊക്കെ ഒന്നിച്ചാക്കിയിട്ട് ഇതേപോലെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇനിയുള്ള അരപ്പ് ഉണ്ടാക്കാനായിട്ട് മിക്സിയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. പുളിയുടെ അംശം, തൈരിൻ്റെ അംശമൊന്നും ഇല്ലാത്ത രീതിയിൽ തേങ്ങയും ജീരകം, കറിവേപ്പില എല്ലാം ചേർത്ത് അരച്ചെടുത്തത് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇതിൽ കിടന്ന് തന്നെ ഇങ്ങനെ വറ്റി വരണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. കൂട്ടുകറിയിലെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് കുറുക്ക് കാളിന് വേണ്ടിയിട്ടുള്ള അരപ്പും ഞാൻ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകറിയിലെ വെള്ളമൊക്കെ ഇതുപോലെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. കുറുക്കുകാളിന് വേണ്ടിയിട്ട് ചേനയും കുമ്പളങ്ങയും കൂടിയാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുക്കറിലേക്ക് തന്നെ തൈരൊക്കെ ചേർത്ത് അരപ്പ് റെഡിയാക്കിയാണ്. ശരിക്കും കാളെല്ലാം അരപ്പ് ചേർക്കുന്ന സമയത്ത് തൈര് ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അതിന് ശേഷമാണ് അരപ്പ് ചേർത്തെടുക്കുമ്പോഴും പ്രത്യേക ടേസ്റ്റാണ്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ക്യാബേജ് തോരന് വേണ്ടിയിട്ട് കടുകും ഒരൽപ്പം മഞ്ഞൾ, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം, ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്യാബേജ് മെഴുക്ക് പുരട്ടിയായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ തോരനാണെങ്കിൽ ഇതുപോലെ കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം. പിന്നെ ക്യാബേജ് തോരനൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു ക്രഞ്ചിനെസ്സോടുകൂടി ക്യാബേജ് കഴിക്കുന്നതാണ് ടേസ്റ്റ്. പിന്നെ ക്യാബേജ് നുറുക്കിയെടുക്കുന്ന സമയത്താണെങ്കിലും ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ചോപ്പറിലൊക്കെ ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരല്പം മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ പപ്പടമൊക്കെ ഒന്ന് വറുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്.
പിന്നെ മാങ്ങ നമ്മൾ നേരത്തെ നാരങ്ങ റെഡിയാക്കിയിരുന്നല്ലോ, അപ്പോൾ അത് ഇൻസ്റ്റൻ്റായിട്ട് അച്ചാറിട്ടതുണ്ട്. മാങ്ങ കട്ട് ചെയ്ത് വെച്ചത് ഉണ്ടായിരുന്നു, അതും ഇൻസ്റ്റൻ്റായിട്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പുളിയിഞ്ചി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇഞ്ചിയും ചെറിയ ഉള്ളി, ഒരു ചുള്ള വെളുത്തുള്ളി, അതുപോലെ ഒരു 2-3 പച്ചമുളക്, ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് പെട്ടെന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുളിയിഞ്ചിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക. ഇനി ആ ചതച്ചെടുത്തത് നമ്മളിതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരിത്തിരി വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എല്ലാ പാചകവും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, പച്ചക്കറിയല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പുളിയിഞ്ചി റെഡി ആക്കുന്നത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ ഇഞ്ചി ഒരുപാട് വഴറ്റിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുമ്പോൾ നമ്മൾ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് വേവിച്ചിരുന്നല്ലോ, ആ ബീട്രൂട്ടിൻ്റെ വെള്ളമാണ് കേട്ടോ അപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ പുളിയിഞ്ചിക്ക് കാണാനും നല്ല ഭംഗിയുണ്ടാവും, ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. പിന്നെ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നപ്പോൾ ഞാൻ ഇത്തിരി ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് ശർക്കരയും കൂടി ചേർത്തിട്ട് ഒന്ന് കുറുകി വന്നപ്പോൾ പുളിയിഞ്ചി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കൂട്ടുകറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കടുകും പൊട്ടിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക്. ഒരു 2-3 ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉഴുന്നുപരിപ്പും ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. നന്നായിട്ടൊന്ന് മൂത്ത് വരണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു കളറാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം മുളക് പൊടി, ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ, നമ്മൾ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളകാണ് ഇതിൽ മെയിനായിട്ട് ഈ സമയത്ത് എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളകും കൂടി ചേർത്തിട്ട് ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കണം. കൂട്ടുകറിക്ക് ഇത്തിരി മധുരം ഉണ്ടാകുമ്പോഴാണ് ഒരു ടേസ്റ്റ്. അതുപോലെ തന്നെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷനാണ് ഈ കൂട്ടുകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൊടുക്കണം കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ കുറുകി വന്നിട്ടുള്ള കൂട്ടുകറിയിലേക്ക് ഈ ഒരു ലാസ്റ്റ് താളിപ്പ് പോലെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഓരോരോ കറികൾ ഇങ്ങനെ താളിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. താളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇത് മത്തങ്ങ എരിശ്ശേരി, നമ്മുടെ പയറും മത്തങ്ങയും കൂടി ചേർത്തിട്ടുള്ള എരിശ്ശേരി ഉണ്ടല്ലോ, അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് എരിശ്ശേരിയിലും ചേർത്ത് കൊടുക്കണം, അപ്പോഴേ എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാനിതിൽ പറഞ്ഞിരിക്കണതെന്ന് എനിക്ക് സംശയമുണ്ട്, എങ്കിലും എല്ലാം ഒരുവിധം എല്ലാം കാണിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം നിങ്ങൾ റെഡിയാക്കി നോക്കുക. ഓരോ സ്ഥലങ്ങളിലും സദ്യയുടെ കൂട്ടിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും എളുപ്പത്തിൽ നമുക്ക് ഓരോ പണികളൊക്കെ ചെയ്തു നോക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇന്നത് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സദ്യയായിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ രീതിയിൽ അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. അങ്ങനെ ഇതാ എല്ലാം വിളമ്പി ടേബിളിൽ വെച്ചിട്ടുണ്ട്. ചോറ് റെഡിയാണ്. അവിയൽ, ബീട്രൂട്ട് പച്ചടി, മധുരക്കറി, അതുപോലെ പുളിയിഞ്ചി, ഇൻസ്റ്റൻറ്റ് പിക്കിള്, നാരങ്ങയുണ്ട്, മാങ്ങയുണ്ട്,
പിന്നെ വെണ്ടയ്ക്ക വെച്ചിട്ടും പാവയ്ക്ക വെച്ചിട്ടുള്ള കിച്ചടി, കുമ്പളങ്ങ പച്ചടി, ചിപ്സ് ഐറ്റംസ് എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇലയും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാർ, അവിയൽ, പിന്നെ നമ്മുടെ കുറുക്ക് കാളൻ എല്ലാം ഇതിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ സെർവ് ചെയ്ത് വെക്കുകയാണ്. കറികളും ചിപ്സും, പിന്നെ പായസം, അടപ്രഥമനും ഉണ്ടായിരുന്നു, പിന്നെ പരിപ്പിൻ്റെ പായസം ഉണ്ടായിരുന്നു, മോരും എടുത്ത് വെച്ചിട്ടുണ്ട്. രസം ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ കറികളൊക്കെ വിളമ്പി ഞങ്ങളെല്ലാവരും സദ്യ കഴിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയത്ത് വെക്കേഷനോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ച് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിൽ ഷെയർ ചെയ്ത എല്ലാ റെസിപ്പീസും എല്ലാ വീട്ടമ്മമാർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസൊക്കെ തന്നെയാണ്. എന്നാൽ നല്ല ടേസ്റ്റുള്ള റെസിപ്പീസാണ്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ഗ്രൂപ്പ്സും ഫാമിലി ഗ്രൂപ്പും റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പ്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു. കൊള്ളാമോ? സാമ്പാർ ഓക്കെ.